ഹലോ! ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സിൻ്റേതാണ്. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഈവനിങ് സ്നാക്സ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു പാത്രത്തിൽ മൂന്ന് അച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു സോസ് പാനിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് റൈസിൻസ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും 2 വാഴപ്പഴം കുഞ്ഞു കുഞ്ഞതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ടത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഴം ഒന്ന് സോഫ്റ്റായി വരുന്നത് വരേക്കും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കൂടെ 1 കപ്പ് തേങ്ങ ചിരകിയതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ആ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോട്ടായിട്ട് വരട്ടെ. കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ലൈറ്റായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. പിന്നെ നമ്മളിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ഉരുക്കിയതുണ്ടല്ലോ, അതൊന്ന് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴമൊക്കെ ഇതിലേക്കൊന്ന് ചേർന്ന് വരുന്നത് പോലെ ഒന്ന് കുറേശ്ശെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. പതുക്കെ വല്ലാതെ ഉടച്ചു കൊടുക്കണ്ട, കുറേശ്ശെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴൊന്നും അടുപ്പ് ഓണിലല്ല കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. 1/2 കപ്പ് ഗോതമ്പ് മാവ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഓരോ ഗോതമ്പ് മാവിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ശ്രദ്ധിക്കുക. അധികം കട്ടിയോ ആവരുത്, അധികം ലൂസും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് വാഴയില ഒക്കെ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ വാഴയിലയിലേക്കും കുറേശ്ശെയായിട്ട് നമ്മൾ ചെയ്ത് വെച്ച ഈ ഗോതമ്പ് മാവ് മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇതിൽ എടുത്ത് ഒന്ന് തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. തിന്നായിട്ട് പരത്തി കൊടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് കിട്ടാം. അപ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടയൊക്കെ മടക്കി വയ്ക്കൂലേ, അതുപോലെ ഇതൊന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു സ്നാക്സ് ഇവിടെ റെഡിയായി, ഒരു ഗോതമ്പ് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. മാവ് അധികം കട്ടിയാവുകയാണെങ്കിൽ നമ്മുടെ അടയ്ക്ക് ഒരു ഹാർഡായി പോവും, സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒന്ന്. അപ്പോൾ അതാ നമ്മുടെ എല്ലാ അടകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രമോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ല തിളച്ചതിന് ശേഷം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇത് നല്ല സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ അടകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത ശർക്കരയും പഴവും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ
കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ, അല്ലെങ്കിൽ കൈ പൊള്ളും കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഇലയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഗോതമ്പ് ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല ഫില്ലിംഗ് ആവുന്ന ഒരു സ്നാക്സ് തന്നെയാണിത്. നമുക്കിത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് കൊടുക്കാം, ഈവനിങ് സ്നാക്സ് ആയിട്ടും കൊടുക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.